പി വി അൻവർ UDF-മായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഒറ്റയ്ക്ക് പോകാൻ പറ്റണമെന്ന് തോന്നുന്നു. അല്ല, അത് UDF തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. UDF ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് ഉചിതമായ സമയത്ത് എന്ത് വേണമെന്ന് UDF നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അത് ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞാണ്. അദ്ദേഹത്തെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എനിക്കെതിരായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചു. അതേ ആളെ കൊണ്ട് തന്നെ ആ ആരോപണം ഉന്നയിപ്പിച്ച പിണറായി വിജയന് എതിരായിട്ട് ഇനി വല്ലതും വല്ലതും പറയാനുണ്ടോ? അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് ഞാൻ പറയാറുള്ളത്. സാധാരണ അത് സംഭവിച്ചു കഴിഞ്ഞു. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇതിൻ്റെ അകത്ത് പ്രസക്തിയില്ല. രാഷ്ട്രീയമായ തീരുമാനം രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കും. എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ആ കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല. അല്ല, ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. തീരുമാനം എടുത്തിട്ടില്ല, ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഓരോ ചാനലുകൾ ഓരോരുത്തരെ ഓരോ ദിവസം എടുക്കുകയാണ്. ഏത് UDF-ലേക്ക് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു അഭ്യർത്ഥന നടത്തി. ഒരു ദിവസം അൻവറിനെ UDF-ൽ എടുത്തു, ഒരു ദിവസം ജമാഅത്ത് ഇസ്ലാമി എടുത്തു, ഒരു ദിവസം ജോസ് കെ മാണി എടുത്തു. അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ലല്ല, അതൊന്നുമല്ലല്ലോ. നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോരുത്തരെ എടുത്തുകൊണ്ടിരിക്കുക. UDF-ലേക്ക് നിങ്ങൾ എഴുതുകയാണ്. ഞാൻ എന്നിട്ട് എന്നോട് വന്ന് ഉച്ചയ്ക്ക് ചോദിക്കുക എന്തായിരുന്നു. അത് പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു. അവ്യക്തതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ കണ്ടൊരു ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ്, ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തരുത്. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. എനിക്ക് ആ കത്ത് കിട്ടി, എൻ്റെ കയ്യിൽ എൻ്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് അവരോട്, മകനോടും ഭാര്യയോടും ചോദിക്കുകയാണ്, കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അവരെ പ്രകോപിപ്പിക്കുകയാണ്. അവരെനിക്കെതിരെ പറയണം. എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? ശരിയാണിത്? ഇതാണോ മാധ്യമപ്രവർത്തനം? ഞാൻ അവരോട് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു 10 ദിവസം അതിനകം പറയണം. ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ച് പോകണം. ഇത് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ കത്ത് പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി KPCC പ്രസിഡന്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ഇമ്മച്ചും. ഈ CPM IC ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കുകയാണ്. അതിലെന്താണ്? അതല്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്താണ് സംഭവം. ഇപ്പോൾ ഒരു ആക്ഷേപം വന്നു. ആ ആക്ഷേപത്തിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ, അത് അന്വേഷിച്ച് പുറത്തു വരാതെ ഞാൻ അഭിപ്രായം പറയണത് ശരിയാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ UGCയുടെ പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഒരു പുതിയ സെർച്ച് കമ്മിറ്റി, അതായത് കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ആളെ നിയമിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഗവർണർമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നത് നല്ലതല്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഉള്ള സമയത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ നടക്കാനുള്ള അന്തരീക്ഷമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പല ഗവർണർമാരും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ വൈസ് ചാൻസലറുടെ കാര്യത്തിൽ നടക്കില്ല എന്നാണ് ഈ UGC ഭേദഗതി കൊണ്ട് വ്യക്തമാകുന്നത്. അത് ശരിയല്ല. അപ്പോൾ കേരളം അത് ഫലപ്രദമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനം എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കും. ഈ കത്തുമായിട്ട് പ്രതിപക്ഷ നേതാവിനെ കാണാൻ വന്നപ്പോൾ വളരെ മോശമായിരുന്നു പെരുമാറ്റമെന്നാണ് എൻ്റെ മകനെന്ന്. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ച് നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല വായിച്ചാൽ. നിങ്ങളൊന്ന് മുഴുവൻ കത്ത്. അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി. അത് വേണ്ടേ? അത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത്. പിന്നെ അവർ എന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഒരു
ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു. അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ നിന്ന് കിട്ടിക്കാണില്ല. ഞാൻ KPCC പ്രസിഡന്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും ആലോചിച്ച് മറുപടി പറയാം എന്നാണ് പറഞ്ഞത്.